നമുക്കിന്ന് ഒരു പലഹാരം ഉണ്ടാക്കിയാലോ? എന്നാൽ വേഗം നമുക്ക് പലഹാരത്തിലേക്ക് എടുക്കാം. പഴം ഉണ്ടെങ്കിൽ വേഗം എടുത്ത് പോരി. നമുക്ക് ഇന്ന് പഴം ഉലർത്തിയത് ഉണ്ടാക്കാം. പഴം തൊലിയെല്ലാം കളഞ്ഞ് 2 കഷ്ണമാക്കി ഇങ്ങനെ നീളത്തിൽ 4 കഷ്ണമാക്കിയിട്ട് കുനുകുന അരിഞ്ഞിടുക. ഇത് വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഒരു ഫേവറേറ്റ് സാധനം കൂടിയാണ്. എൻ്റെ മക്കളും ഇതിൻ്റെ ഫേവറേറ്റ് ആൾക്കാരാണ്. മോൾക്ക് ഒന്ന് രാവിലെ സ്കൂളിലേക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചതാണ്. പെട്ടെന്ന് തന്നെ ആവും, വലിയ പണിയൊന്നുമില്ല. തേങ്ങയും പഞ്ചസാരയും ഏലക്കായ്പ്പൊടി മാത്രം മതി ഇതിന്. ഇങ്ങനെ അരിഞ്ഞു വെച്ചത് ഇങ്ങനെയാണ് അരിയേണ്ടത്. ഇനി ഒരു ഫ്രൈ പാൻ എടുക്കുക. അതിലേക്ക് അത് ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിക്കുക. നിങ്ങൾക്ക് എന്താണ് പറ്റുന്നത് വെച്ചാൽ നെയ്യാണെങ്കിൽ നെയ്യിടാം, ബട്ടറാണെങ്കിൽ ബട്ടർ ഇടാം, എന്തായാലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഓയിലാണ് ഒഴിച്ചത്. എന്നിട്ട് അരിഞ്ഞു വെച്ച പഴം അതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പഴത്തിൻ്റെ ഒരു കളറ് ചേഞ്ച് ആവുമല്ലോ, അപ്പോൾ അതിലേക്ക് പഞ്ചസാര ഇടേണ്ടത്. ഇതിപ്പോൾ എൻ്റെത് കുറച്ച് നല്ല പഴുത്ത പഴമായിപ്പോയി. അപ്പോൾ അത് വെന്ത് വരുമ്പോൾ ഒന്ന് അലിഞ്ഞു പോയിട്ടുണ്ട്. അധികം പഴുക്കാത്ത പഴം എടുക്കണം. എന്നാലേ ഉള്ളൂ ഇങ്ങനെ ഇപ്പോൾ ഇതാവുന്നില്ലേ, കഷ്ണമായിട്ട് കിടക്കുന്ന അതുപോലെ കിട്ടുള്ളൂ. ഓവർ പഴുത്താണെങ്കിൽ കഷ്ണമായി കിട്ടില്ല, അത് അലിഞ്ഞു പോവും. നല്ല ടേസ്റ്റുള്ള സാധനമാണ്, നല്ലൊരു പലഹാരമാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. എന്നിട്ട് എൻ്റെ കണ്ടില്ല, അലിഞ്ഞു പോയി വെന്തപ്പം നന്നായിട്ട്. അപ്പം ഇനി അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ള അത്ര പഞ്ചസാര ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഇളക്കുക. അപ്പോൾ കുറച്ച് ഓയിലും പഞ്ചസാരയും കൂടിയൊക്കെ അതിൽ കിടന്ന് വെന്തിട്ട് ഒരു വെള്ളം പോലെ തോന്നും. അത് പേടിക്കേണ്ട. അതിലേക്ക് നമ്മൾ എന്നിട്ട് പിന്നെ തേങ്ങ ഒക്കെ ആഡ് ചെയ്യുമല്ലോ, അപ്പോൾ അതൊക്കെ ഡ്രൈ ആയിക്കോളും. നന്നായി യോജിപ്പിച്ച് ആ പഞ്ചസാര അലിഞ്ഞതിൻ്റെ ശേഷമാണ് തേങ്ങ ആഡ് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. കുറേ തേങ്ങ ഇടണമെങ്കിൽ കുറേ തേങ്ങ ഇടാം, കുറച്ച് തേങ്ങ ആണെങ്കിൽ കുറച്ച് തേങ്ങ ഇടാം. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇടാം. ഇത് ഫ്രീസ് ചെയ്ത തേങ്ങയാണ്, അതാണ് ഇങ്ങനെ പൊടിച്ചിടുന്നത്. ഞാൻ ഇത്രയും തേങ്ങ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കുക. നല്ലോണം യോജിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഏലക്കായ്പ്പൊടി ഇടാം. ഞാൻ ഏലക്കായ്പ്പൊടി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച ഏലക്കായ്പ്പൊടിയാണ് ഇട്ടത്. മറ്റേ പഞ്ചസാരൻ്റെ കൂട്ടത്തിൽ ഏലക്കായ് പൊടിച്ചിടുമ്പോൾ ഏലക്കായൻ്റെ ചുവ ഇങ്ങോട്ട് വരുന്നില്ല, അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണക്കി പൊടിച്ച് വെക്കുന്നത്. പിന്നെ അതിലേക്ക് വേണമെങ്കിൽ കസ്കസ് ഇടാം, ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് അണ്ടിയോ ബദാമോ അതിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. കസ്കസ് കടിക്കുമ്പോൾ ഒരു രസമാണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കസ്കസ് ഇട്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അണ്ടി മുന്തിരിയൊക്കെ ഇടാം. ഇത്രേ ഉള്ളൂ.